പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ ഒരു നീണ്ട പ്രസംഗവും ചെയ്യുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ 3, 4, 5 മണിക്കൂർ ഒറ്റ നൃത്തത്തിൽ ഞാൻ പ്രസംഗിച്ച കാലഘട്ടമുണ്ടായി. അതുപോലെ ഈ ചെറുപ്പക്കാർ വളരുന്നതിന് മുമ്പ് റമദാൻ മാസത്തിൻ്റെ 27 ദിവസവും തുടർച്ചയായി ഈ പള്ളി അങ്കണത്തിൽ വെച്ച് ഞാൻ വാത് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മനുഷ്യന്മാരുടെയും അവസ്ഥ ഇങ്ങനെയാണ്. ഒരു കാലം അല്ലാഹു തആല നമുക്ക് ഇവിടെ ശക്തിയായി തരും, പിന്നീട് അതിങ്ങനെ വായ്പായി പോകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല യുവാവാവുന്ന കാലത്ത് നിങ്ങൾക്ക് തഖ്വ ചെയ്യാൻ ആഫിയത്തുള്ള കാലത്ത് നിങ്ങളെല്ലാവരും തഖ്വ ചെയ്യണം എന്ന് പ്രത്യേകമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നാളെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണനയുണ്ടാകുന്ന 8 വിഭാഗത്തിൽ ഒന്ന് പള്ളി പരിപാലിച്ചവരും പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചവരും. ആ കൂട്ടത്തിൽ ഒന്ന് ശാബുൻ ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന യുവാവ് എന്ന് കാണാം. ഈ യുവാവ് എന്ന് പറയാൻ കാരണം വയസ്സാകുമ്പോൾ ആഫിയത്ത് കുറയും, സമയം ഉണ്ടായാലും ഇബാദത്ത് കുറച്ച് എടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു കാലം എല്ലാ മനുഷ്യരും വരും. യുവാവാകുമ്പോൾ എന്തും ചെയ്യാം ഇവിടെ എന്ന് തോന്നുന്ന ഒരു മനസ്ഥിതിയും മനുഷ്യരിൽ ചിലർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന 7 വിഭാഗം. ആ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ വിഭാഗം നശാഫി ഇബാദത്തില്ല, അല്ലാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന യുവാവ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ നാം കാണുന്ന നോക്കിയാലും പ്രായം ചെന്നവർക്ക് വളരെ കുറവാണ്. പണ്ട് കാര്യം ജമാഅത്ത് പള്ളിയിൽ കുത്തുബോധാൻ തന്നെ പേടിയാണ്. വലിയ വലിയ ആളുകൾ, പ്രായമുള്ളവരും വലിയ മഹാന്മാർ നിറച്ച് 1ാമത്തെ സഫിൽ ഞാൻ കാണുമ്പോൾ ചെറിയ മുത്താലിമിന് ഒന്ന് കുത്തുബ ഓതി പരിചയപ്പെട്ടെന്ന് തോന്നിയാൽ പള്ളിയിൽ കൂടി കടക്കുമ്പോഴേക്ക് പേടിയാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരൊക്കെ മണ്ണിൻ്റെ ചോട്ട് പോയി. നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ ഇവിടെ ബാക്കി കിടക്കുകയാണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എപ്പോഴും നല്ല ഒത്താശയിലും യോജിപ്പിലും നടക്കണം. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ ചാലിയം ജമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയും അതുപോലെ അതിൻ്റെ പ്രവർത്തകരും കൂടാതെ ദർശനു വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളെപ്പോലുള്ള പൊതു ജനങ്ങളും എല്ലാം ഒരൊറ്റ മനസ്സായി ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നല്ല ദർസ് ഉണ്ട്. ഇപ്പോൾ കേരള ട്രാവലുകൾ പരിശോധിച്ചാൽ 10 മുത്താലിമീങ്ങളെ ഓതാൻ കിട്ടുന്ന ഒരു ദർസ് കാണുകയില്ല, കുറവാണ്. കാരണം എല്ലാ വിദ്യാർത്ഥികളും ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു പോവുകയും അതും കൂടി ഇല്ലാത്ത ഒരു കിതാബ് മാത്രം ഓതി പഠിക്കുന്ന ഒരു ദർസിൽ പഠിക്കാൻ കുട്ടികൾ തയ്യാറില്ല.